ദാനം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സാധാരണ ആത്മീയജ്ഞാനമുള്ളവർ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ തീർക്കാൻ നമ്മളാലാവുന്ന വിധത്തിൽ ദാനകർമ്മങ്ങൾ ചെയ്യാൻ പറയാറുണ്ട്. എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്? ദാനം സ്വീകരിക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന വസ്തുവോ സേവനമോ നമ്മൾ നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാനമാകുന്നത്. പണമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുമ്പോഴാണ് അതിനർത്ഥമുണ്ടാവുന്നത്. വിശന്നിരിക്കുന്ന ഭക്ഷണത്തിന് വഴിയില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം നൽകുമ്പോഴാണ് അന്നദാനത്തിന് ഫലമുണ്ടാവുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ദാനം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്? ഒരു കാര്യം ആദ്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ ഭൂമിയിൽ എത്ര സമ്പത്തുള്ളവരായാലും ജനിക്കുമ്പോൾ ഒരു വസ്ത്രം പോലും ഇല്ലാതെ വന്നവരാണ്. സത്യത്തിൽ ഈ സമ്പത്തെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്തവരാണ് ആരായാലും. അത് ഓരോരുത്തരുടെ മിടുക്കും തലയിലെഴുത്തും പോലെ ഇരിക്കും. ഒരു കാര്യം ഒരാൾക്ക് ദാനമായി നൽകുമ്പോൾ കൊടുക്കുന്ന ആളുടെ ഉള്ളിലെങ്കിലും ഒരു ചിന്ത വേണം, ഞാൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന സമ്പത്തിൻ്റെ കൈവശാവകാശം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നു എന്ന അഹങ്കാരമില്ലാതെ, അവരും നമ്മളെപ്പോലെ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അവരുടെ എന്തോ തലയിലെഴുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് കഷ്ടത്തിലാണ്, നാളെ അത് തിരിച്ചും സംഭവിക്കാം എന്നോർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചിലർ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ, വസ്ത്രമായാലും ഭക്ഷണമായാലും, ഒരുപക്ഷെ അവരുടെ പാപപരിഹാരത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സൽപ്പേരുണ്ടാക്കാനോ കൊടുക്കുന്നതാണെങ്കിലും അവരുടെ വിചാരം ഇവർ കൊടുക്കുന്നത് വാങ്ങുന്ന ആൾ ഒരു ഒബ്ജക്ഷൻ കൂടാതെ സ്വീകരിക്കണമെന്നാണ്. അതായത് എങ്ങാനും ആ ദാനം സ്വീകരിക്കുന്ന ആൾ പറയുകയാണ് എനിക്കിത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന ആൾ പറയും, എന്താ അഹങ്കാരം, ഞാൻ ഇത്ര നല്ല സാരി കൊടുത്തിട്ട് അവർക്ക് വേണ്ടാത്രേ, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി എന്നൊക്കെ. അതായത് അവർ വിചാരിക്കുന്നത് ഒരു പാവപ്പെട്ട ആൾക്ക് വേണ്ട എന്ന് പറയാനുള്ള അർഹത പോലുമില്ല എന്നാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ എന്ത് നൽകുമ്പോഴും ഡൗൺ ടു എർത്തായി ചിന്തിച്ച് ചെയ്താലേ അതിന് കാര്യമുള്ളൂ എന്നാണ്. ഈവൻ ഭക്ഷണമായാൽ പോലും ആർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുത്ത് കർമ്മപരിഹാരം ചെയ്യുകയല്ല വേണ്ടത്. അത് സ്വീകരിക്കുന്ന ആൾ വിശന്നിരിക്കുന്ന ആളാണോ, സ്വീകരിക്കുന്ന ആൾ മനസ്സുകൊണ്ട് തയ്യാറാണോ അത് സ്വീകരിക്കാൻ എന്ന് ചോദിക്കാതെ ദാനം പോലും ചെയ്യരുത്. അല്ലാതെ എൻ്റെ ഔദാര്യം അവർ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഭാവമല്ല വേണ്ടത്. ചിലർ സമൂഹ വിവാഹമൊക്കെ നടത്തുന്നതൊക്കെ ആളുകളെ കാണിക്കാനോ പബ്ലിസിറ്റിക്കോ ഒക്കെ ആണെങ്കിലും ഒന്ന് ആലോചിക്കണം. ഇല്ലായ്മ ഉണ്ടെങ്കിലും അഭിമാനം എന്ന സാധനം എല്ലാവർക്കുമുണ്ട്. എനിക്കിത് സ്വീകരിക്കേണ്ട ഗതികേട് ഈശ്വരൻ വരുത്തിയല്ലോ എന്ന ചിന്ത അയാൾക്ക് വന്നാൽ മതി ഈ കൊടുത്ത ആളിൻ്റെ കർമ്മഫലം റിവേഴ്സ് ആവാൻ. അതാണ് ചില പണ്ടുള്ള ജന്മി കുടുംബങ്ങളൊക്കെ കൊടുത്തു ക്ഷയിച്ചു എന്ന് പറയുന്നത്. കൊടുത്തു എന്ന അഹങ്കാരം എപ്പോൾ വന്നോ ആ കൊടുക്കുന്നതിന് യാതൊരു ഫലവുമില്ല, അത് ദാനവുമല്ല. അതുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളുടെ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ പോലും അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്. കൊടുക്കുന്നതിൻ്റെ വലിപ്പമല്ല, സ്വീകരിക്കുന്ന ആളിൻ്റെ ആവശ്യകതയാണ് ദാനത്തെ ശ്രേഷ്ഠമാക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നല്ലൊരു വാക്ക് പറയുന്നത് ദാനമാണ്. കേൾക്കാൻ ആരുമില്ലാത്ത ഒരാളുടെ സങ്കടം കേൾക്കുന്നത് ദാനമാണ്. അഹങ്കാരമില്ലാത്ത ഒരു സൽക്കർമ്മം ചെയ്യാൻ ഈശ്വരൻ ഭാഗ്യം തന്നല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ വിനയത്തോടെ ചെയ്താൽ മാത്രമേ ഏതൊരു ദാനവും സാർത്ഥകമാകുകയുള്ളൂ.